മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ തൻ്റെ ഭാര്യ വൈജയന്തിയുടെ ഭൂതകാലത്തിലെ ഒരു ചതി തിരിച്ചറിയുന്നതോടുകൂടെ അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ തുടങ്ങി. അതേസമയത്തന്നെ അലീനയോട് ബാലചന്ദ്രൻ അമിതമായ സ്നേഹവും വാത്സല്യവുമൊക്കെ കാണിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണ്. ഈ കാര്യം ബാലചന്ദ്രൻ അറിയാം. വൈജയന്തിയെ മാനസികമായിട്ട് തളർത്താനും ഒരു പാഠം പഠിപ്പിക്കാനും തന്നെയാണ് ബാലചന്ദ്രൻ അലീനയെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. എന്നാൽ അലീന തൻ്റെ സ്വന്തം മകളാണെന്നോ ബാലചന്ദ്രന് സത്യങ്ങളെല്ലാം തന്നെ അറിയാമെന്നോ തിരിച്ചറിയാതെ വൈജയന്തി ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇതോടെ അലീന തൻ്റെ സ്വന്തം കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വിശ്വസിക്കുകയും അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഈ ഒരു കുടുംബത്തിൽ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനു കണ്ടെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, മനു അത് വിദഗ്ധമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രൻ എന്ന കുടുംബനാഥൻ്റെ ഉള്ളിലെത്തി ആളി കത്തുമ്പോഴും പുറമെ അദ്ദേഹം ഒരു ശിലാപാളി പോലെ ഉറച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും ഓരോ നോട്ടവും ഭാര്യ വൈജയന്തിയെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പോന്നതായിരുന്നു. എന്നാൽ ആ മുറിവുകൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നില്ല അദ്ദേഹം. മറിച്ച് വർഷങ്ങളോളം താൻ സ്നേഹിച്ച, താൻ വിശ്വസിച്ച ഒരുവൾ തന്നോട് ചെയ്ത ചതിയുടെ ആഴം തിരിച്ചറിഞ്ഞതിൻ്റെ ഷോക്കിലായിരുന്നു. തൻ്റെ ജീവിത പങ്കാളി എന്ന പദവിയിൽ നിന്നും വൈജയന്തിയെ അദ്ദേഹം എന്നേക്കുമായി പടിയിറക്കി പിണ്ടം വെച്ചിരുന്നു. ഇനി അവശേഷിക്കുന്നത് തൻ്റെ മക്കളുടെ അമ്മ എന്ന ഒരേ ഒരു പരിഗണന മാത്രം. ആ പരിഗണനയുടെ നൂൽപാലം മാത്രമാണ് അവളെ വീട്ടിൽ ഇപ്പോഴും നിലനിർത്തുന്നത്. വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം തൻ്റെ വാക്കിനും അപ്പുറം ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന തൻ്റെ ഭർത്താവ്, തൻ്റെ കാൽ കീഴിലാണെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് തന്നെ കാണുന്നത് വെറും ഒരു വെറുപ്പോടുകൂടി തന്നെയാണ്. ആ കണ്ണുകളിലെ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾ പലപ്പോഴും പിൻവാങ്ങി. എന്തുപറ്റി ഇയാൾക്ക് പെട്ടെന്നൊരു മാറ്റം? ആരാണ് ഇവിടുത്തെ അന്തരീക്ഷം തകർത്തത്? അവളുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. ഈ കോളിളക്കങ്ങൾക്കിടയിലാണ് അവൾ അലീനയെപ്പറ്റി ചിന്തിച്ചത്. ബാലചന്ദ്രന് അലീനയോടുള്ള പെരുമാറ്റം ഒരിക്കലും ഒരു വേലക്കാരിയോടെന്ന പോലെയായിരുന്നില്ല. അതിൽ വാത്സല്യം നിറഞ്ഞിരുന്നു. സ്വന്തം മക്കളോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും പരിഗണനയും അദ്ദേഹം ആ അനാഥ പെൺകുട്ടിക്ക് നൽകി. അതിന് ഒരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു. അലീന അവൾ വൈജയന്തിയുടെ ഭൂതകാലത്തിലെ ഇരുണ്ട രഹസ്യമാണ്. സ്വന്തം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥാലയത്തിൽ വളരേണ്ടി വന്നവൾ, വൈജയന്തിയുടെ ചതിയുടെ ജീവിക്കുന്ന രക്തസാക്ഷി. ആ സത്യം ബാലചന്ദ്രൻ എന്നോ തിരിച്ചറിഞ്ഞിരിക്കുന്നു. താൻ ചതിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു പക്ഷേ അതിലേറെ ഈ കുഞ്ഞും ചതിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ്റെ ഹൃദയം അവളോടടുത്തു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നു ഇത് വൈജയന്തിക്ക് താൻ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്ന്. അലീനയുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും നന്മ നിറഞ്ഞ മനസ്സും ബാലചന്ദ്രനെ അതിവേഗം കീഴടക്കി. സ്വന്തം മകനായ രോഹിത് പോലും അവളോട് ചെയ്യാൻ പാടില്ലാത്ത നീതികേട് കാണിച്ചപ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നത് തൻ്റെ കടമയായി അദ്ദേഹം കണ്ടു. ബാലചന്ദ്രൻ അലീനയോട് കാണിക്കുന്ന ഈ അമിത വാത്സല്യം വൈജയന്തിയുടെ മനസ്സിൽ തീ കോരിയിട്ടു. തൻ്റെ ഭർത്താവിനെ തന്നിൽ നിന്നും അകറ്റാൻ വന്നവൾ, അവൾ അലീനയെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു. എന്താണിത്ര സ്നേഹം ആ ഹോം നേഴ്സിനോട്? എന്നെ അവഗണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അഭിനയിക്കുന്നതായിരിക്കോ? അതോ ഈ കാണുന്ന പ്രായത്തിലാണോ ഇയാൾക്ക് അവളോട് കാമം? വൈജയന്തിയുടെ ചിന്തകൾ വിഷലിപ്തമായി. എല്ലാം ഇവൾ കാരണമാണ്. ഈ അലീന എന്ന നശിച്ചവൾ ഈ വീടിൻ്റെ പടി കയറിയ അന്നു മുതലാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം പോയത്. എൻ്റെ ഭർത്താവിനെ അവൾ മയക്കിയെടുത്തു. എൻ്റെ മക്കളുടെ ഭാവി തകർക്കാൻ വന്നവൾ, വൈജയന്തി സ്വയം പറഞ്ഞു. അവളുടെ സംശയങ്ങൾക്ക് മക്കളായ രോഹിത്തും ബബിതയും എണ്ണ പകർന്നു. അമ്മ കാണുന്നില്ലേ അച്ഛൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം? നമ്മളെയൊക്കെ ഇപ്പോൾ ശത്രുക്കളെ പോലെയാണ് അച്ഛൻ കാണുന്നത്. ആ അലീനയാണ് അച്ഛൻ ഇപ്പോൾ വലുത്. അവൾ പറയുന്നത് മാത്രമാണ് അച്ഛൻ കേൾക്കുന്നത്. രോഹിത്ത് അങ്ങനെയും പറഞ്ഞ് അമ്മയുടെ ദേഷ്യം ആളിക്കത്തിച്ചു. ശരിയാണമ്മേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ വരെ അവൾ കൈകടത്താൻ തുടങ്ങി. അച്ഛൻ അവൾക്ക് അതിനുള്ള അധികാരം കൊടുത്തു. ഇവളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഓടിക്കണമെന്ന് ബബിത അത് പിന്താങ്ങി. രോഹിത്തിൻ്റെ മനസ്സിൽ മറ്റൊരു സംശയം മുട്ടിട്ടു. അമ്മേ, എനിക്കൊരു സംശയം. ഒരു പക്ഷേ ഈ അലീന അച്ഛൻ്റെ ആരെങ്കിലും ആയിരിക്കോ? പണ്ടത്തെ വല്ല ബന്ധത്തിലുമുണ്ടായ കുട്ടി? അല്ലെങ്കിൽ പിന്നെ സ്വന്തം മക്കളായ നമ്മളെക്കാൾ വലുതായി അവൾ കാണേണ്ട കാര്യമെന്താ? ആ ചോദ്യം വൈജയന്തിയെ ഞെട്ടിച്ചെങ്കിലും അവളുടെ അഹങ്കാരത്തെ അത് കൂടുതൽ ആളിക്കത്തിച്ചു. അതെ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്നെ ചതിക്കുകയാണ് അയാൾ. എന്നെ ഉപേക്ഷിച്ച് ആ തെരുവ് പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും അയാളുടെ പ്ലാന്. അതിന് ഞാൻ സമ്മതിക്കില്ല.
വൈജയന്തിയുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അലീനയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ബാലചന്ദ്രൻ അവളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലമെന്നോണം വൈജയന്തിയുടെ ക്രൂരമായ വാക്കുകളും പലപ്പോഴും കയ്യേറ്റവും അവൾക്ക് നേരിടേണ്ടി വന്നു. എടി, നീയാടി എൻ്റെ കുടുംബം തകർത്തത്. എൻ്റെ ഭർത്താവിനെ വശീകരിച്ച് ഈ വീട്ടിൽ രാജ്ഞിയായി വാഴാമെന്ന് നീ കരുതണ്ട. വൈജയന്തിയുടെ അലർച്ചയ്ക്ക് മുന്നിൽ അലീന കണ്ണീരോടെ നിന്നു. ഒരിക്കൽ സഹിക്കെട്ട് വൈജയന്തി അലീനയുടെ കരണത്തടിച്ചപ്പോൾ അവൾ തളർന്നുപോയി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സ്വന്തം അമ്മയാണെന്ന് അറിയാതെ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച ആൾ തന്നെ എന്നെ ഇങ്ങനെ. അവൾ ഉള്ളുരുകി കരഞ്ഞു. തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം തന്നെ അവൾ രേവതിക്കുട്ടിയുമായി ഫോണിൽ പങ്കുവച്ചു. മോളെ രേവതിക്കുട്ടി, എനിക്കിനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ. ആ മാഡം എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അലീനയുടെ വാക്കുകൾ ഇടറി. അന്നേരം രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നു. ചേച്ചി എന്തിനാ ഇനിയും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എന്തിനാ ഇനിയും അതൊക്കെ സഹിച്ചിട്ട് അവിടെ നിൽക്കുന്നത്? അവരുടെ ആട്ടും തുപ്പും കേൾക്കാൻ. ചേച്ചി ഇങ്ങോട്ട് പോര്. ഗ്രേസിയമ്മക്കും മാമച്ചനങ്കിളിനും ചേച്ചി വരുന്നത് ഒരുപാട് സന്തോഷമായിരിക്കും. അന്നേരം അലീന പറഞ്ഞത്, അതിനൊന്നും ഒരിക്കലും കഴിയില്ല മോളെ. ബാലചന്ദ്രൻ സർ ആ മനുഷ്യനൊരു പാവാണ്. ഈ അവസ്ഥയിൽ ആ മനുഷ്യനെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്നത്? എന്നോട് സ്വന്തം മോളെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അന്നേരം രേവതിക്കുട്ടി പറയുന്നത്, ആ സ്നേഹം കൊണ്ടൊന്നും കാര്യമില്ല ചേച്ചി. സ്വന്തം അമ്മ തന്നെയാണ് ചേച്ചിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഞാൻ മാമച്ചൻ്റെ അങ്കിളിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. ചേച്ചിയെ ഇങ്ങനെ നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രേവതിക്കുട്ടിയുടെ വാക്കുകൾ അലീനയെ കൂടുതൽ ഭയപ്പെടുത്തി. വേണ്ട മോളെ, നീ വരണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ വിചാരിക്കുന്നതിലും വലുതാണ്. നിങ്ങൾ കൂടി വന്ന് എൻ്റെ പേരിൽ അപമാനിതരാവരുത്. അലീന താമസിക്കുന്ന വീട്ടിലെ അസ്വസ്ഥതകൾ മനുവിനെയും ചിന്തിപ്പിച്ചു. ബാലചന്ദ്രൻ അങ്കിളിനെ എന്ത് പറ്റിയതായിരിക്കും? ഇത്ര ശാന്തനായിരുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് വൈജയന്തി ആൻറ്റിയോട് ഇങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറുന്നത്? അവൻ്റെ ചിന്തകൾ കാട് കയറി. എന്തോ വലിയ രഹസ്യം അങ്കിൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആൻറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എന്തോ വലിയ തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ മക്കളെയും ഭാര്യയെയും ഇത്രയധികം സ്നേഹിച്ചിരുന്ന അങ്കിൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല. ബാലചന്ദ്രൻ അങ്കിളിൻ്റെ പെരുമാറ്റത്തേക്കാൾ വൈജയന്തി അലീനയോട് കാണിക്കുന്ന ക്രൂരതയാണ് മനുവിനെ കൂടുതൽ സ്പർശിച്ചത്. അവൻ അലീനയോട് നേരിട്ട് ചോദിച്ചു, അലീന, എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത്? അങ്കിളുടെ ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് വല്ല ധാരണയുമുണ്ടോ? അലീന പറയുന്നത്, എനിക്കതൊന്നും അറിയില്ല മനുവേട്ടാ. അന്ന് ആ യാത്ര കഴിഞ്ഞു വന്നതു മുതൽ സാറിൻ്റെ സ്വഭാവം ആകെ മാറി. ആശുപത്രിയിൽ വന്നതിന് ശേഷം മാഡത്തോട് പൂർണ്ണമായിട്ടും അകലം പാലിക്കുന്നു. എന്നോട് അമിതമായി സ്നേഹം കാണിക്കുന്നു. എന്തോ ഒരു കാരണമുണ്ട്, പക്ഷേ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അലീനയുടെ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. അവളുടെ മനസ്സിലും ഒരു ഭയം ഉടലെടുത്തു. ഒരു പക്ഷേ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ, ഞാൻ മാഡത്തിൻ്റെ മകളാണെന്ന സത്യം സർ അറിഞ്ഞിരിക്കുമോ? ഏയ്, അങ്ങനെയാണെങ്കിൽ എന്നെയല്ലേ ആദ്യം ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടത്? സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ടായ മകളെ ഒരു ഭർത്താവും സ്നേഹിക്കില്ലല്ലോ. ഇല്ല, ആ സത്യം സർ അറിയാൻ വഴിയില്ല. അലീന സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. മനു പറഞ്ഞിട്ട്, നമ്മളത് കണ്ടുപിടിക്കണം അലീന, അല്ലെങ്കിൽ ഈ കുടുംബം തകരും. ആ 3 കുട്ടികളുടെ ഭാവിയാണ് നശിക്കാൻ പോകുന്നത്. കൃഷ്ണജ മാത്രമാണ് അല്പമെങ്കിലും ബോധമുള്ളത്. രോഹിത്തിനും ബബിതയെയും നേർവഴിക്ക് നയിക്കാൻ ആൻറ്റിയെക്കൊണ്ട് സാധിക്കില്ല. അങ്കിൾ ഇങ്ങനെയാ പിന്നെ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ബാലചന്ദ്രൻ്റെ ഈ ഒരു മാറ്റം ഇളയ മകളായ കൃഷ്ണയെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അവൾക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അലീന ചേച്ചി ഒരു പാവമാണെന്നും അമ്മയും ചേട്ടനും ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? രോഹിത്തും ബബിതയും അവളെ ദേഷ്യത്തോടെ നോക്കി. നീ ഇപ്പോൾ അവളുടെ ഭാഗത്താണോ? സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ വലുത് നിനക്ക് അവളാണോ? അന്നേരം കൃഷ്ണമോട് പറഞ്ഞിട്ട്, എൻ്റെ കൂടപ്പിറപ്പുകളുടെ സ്വഭാവം അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഈ മോശ സ്വഭാവം കൊണ്ടാണ് അച്ഛൻ പോലും നിങ്ങളിൽ നിന്നും അകലുന്നത്. എനിക്കൊരു ആപത്ത് വന്നാൽ ഓടി വരാൻ നിങ്ങളാരും കാണില്ല. പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയ എൻ്റെ അലീന ചേച്ചി വരും. അമ്മയുടെയും നിങ്ങളുടെയും ഈ സ്വഭാവം തന്നെയാണ് അച്ഛനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് പൊട്ടിത്തെറിക്കാണ്. എങ്കിലും അവളുടെ കുഞ്ഞു മനസ്സിലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ബാക്കി നിന്നു. എന്തിനായിരിക്കും അച്ഛൻ അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അമ്മ പറയുന്നതിനപ്പുറം ഒരു അടി പോലും മുന്നോട്ട് വെക്കാത്ത അച്ഛനായിരുന്നു. എന്നിട്ട് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? വീണ്ടും അലീനയെ വൈജയന്തി തല്ലിയ വിവരം അറിഞ്ഞു കൊടുത്തതിന് വൈജയന്തിയുടെ സഹോദരൻ ഗംഗാധരൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വൈജയ്, നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ആ പാവം കുഞ്ഞിനെ ഇങ്ങനെ തല്ലിക്കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോന്നൊക്കെ ചോദിച്ചു കൊടുത്തതിന് ഗംഗാധരൻ വൈജയന്തിയോട് ദേഷ്യപ്പെടും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, ഏട്ടൻ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അവൾ കാരണമാണ് എൻ്റെ ജീവിതം പോലും നശിച്ചത്. ബാലചന്ദ്രന് ഇപ്പോൾ എന്നെ വേണ്ട, ആ പിഴച്ചവളെ മാത്രം മതി. അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഏട്ടാ. ബാലചന്ദ്രനെ എങ്ങനെയെങ്കിലും എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണിതെല്ലാം. വൈജയന്തി പതഞ്ഞൊഴുകി. വൈജയന്തിയുടെ വാക്ക് കേട്ട് ഗംഗാധരൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
അയാൾ പെട്ടെന്ന് തന്നെ അവളുടെ കർണം നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിർത്തടി, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? നിന്റെ സ്വഭാവ ദൂഷ്യം നീ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണോ? നിന്റെ പഴയ ആഗ്രഹചരിത്രമൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തി ഒരു നിമിഷം അങ്ങ് ഞെട്ടിത്തരിച്ചു നിന്നു. എടി, എല്ലാം അറിയാവുന്ന എൻ്റെ മുന്നിൽ വെച്ചിട്ടാണോടി നീ ഇങ്ങനെ വിശുദ്ധ ചമയുന്നത്? നിനക്കവിടെ ഒരു കുഞ്ഞുണ്ടായതും അത് ചത്തുപോയി എന്നൊക്കെ കള്ളം പറഞ്ഞ് അതെല്ലാം മറച്ചു വച്ചിട്ടല്ലടി ബാലചന്ദ്രനെ പോലെ ഒരു പുണ്യാത്മാവിനെ നിന്റെ ഭർത്താവായി ഞങ്ങൾ കണ്ടെത്തിയത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? ആ മനുഷ്യനെ നീ ഇത്ര കാലം ഭരിക്കുമായിരുന്നില്ലേ? അയാളുടെ സ്നേഹം നീ മുതലെടുത്തു. ഇപ്പോൾ ആ മനുഷ്യൻ നിന്നെ പറ്റിയുള്ള എന്തോ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ അയാളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. അലീനെ പോലെ നല്ലൊരു കുട്ടിയെ പറ്റിയിട്ട് അപവാദം പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ആ മനുഷ്യൻ നിന്നോട് ഇത്രയേറെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നീ മാത്രമാണ്, നീ മാത്രം. ഗംഗാധരൻ്റെ വാക്കുകൾ വൈജയന്തിയെ തളർത്തി. അപ്പോൾ ഏട്ടൻ എന്താ ഈ പറയുന്നത്? എൻ്റെ ഭൂതകാലം ഒരു പക്ഷേ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നാണോ? അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട്, ആകാം, അതിനും ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്ര ദേഷ്യം? നിന്റെ രഹസ്യം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ അടിച്ചിറക്കുകയല്ലേ അയാൾ ചെയ്യേണ്ടിയിരുന്നത്? എന്തിനായിരിക്കും അയാൾ അലീനയോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നത്? ഏട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അയാൾക്ക് ആ അലീനയോട് സ്നേഹമാണ്. അതേ ഏട്ടാ, അയാൾക്ക് അവളോട് പ്രണയമാണ്. എന്നെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ കണ്ടെത്തിയ പുതിയ കാരണം അതാണ്. വൈജയന്തി വീണ്ടും തൻ്റെ സംശയത്തിൽ ഉറച്ചു നിന്നു. അത് കേട്ടതോടുകൂടി തന്നെ ഗംഗാധരന് ദേഷ്യം വരാണ്ട് ഗംഗാധരൻ പറഞ്ഞിട്ട്, ഓ, നിന്റെ മനസ്സ് ഇത്രമാത്രം ദുഷിച്ചു പോയല്ലോ, നീ ഒരിക്കലും നന്നാവില്ല. ഗംഗാധരൻ തലയിൽ കൈവച്ച് പറഞ്ഞു. നീയും നിന്റെ മകനും ചേർന്നിട്ട് ആ പെൺകുട്ടിയോട് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നാണോ നീ കരുതിയത്? ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് വൈജേ. അല്ലെങ്കിൽ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇതെല്ലാം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് പോവാണ്. ആ സമയത്തിന് ഒരു പ്രതികാരദാഹിയെ പോലെ ആയിരിക്കട്ടെ വൈജയന്തി നോക്കി നിൽക്കുന്നത്. വൈജയന്തി പറഞ്ഞിട്ട്, അലീന, നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. നിന്നെ ഇനി ഈ വീട്ടിൽ മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാക്കാൻ മടിക്കില്ല. വൈജയന്തി സ്വയം നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. വൈജയന്തിയുടെ ഓരോ പിഴച്ചിലും അയാൾ കാണുന്നുണ്ടായിരുന്നു. സത്യങ്ങൾ ഒരു നാൾ പുറത്തു വരുമ്പോൾ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച അലീന താൻ ഉപേക്ഷിച്ച തൻ്റെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ, ആ സത്യം താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാൻ അയാൾ കാത്തുനിന്നു. അന്ന് മാത്രമേ ഈ വീടിനകത്ത് ഭിത്തിക്കുള്ളിൽ ശ്വാസം മുട്ടൽ അവസാനിക്കുകയുള്ളൂ. അതുവരെ ഈ കൊടുങ്കാറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുമായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.